എനിക്ക് പോവാം. ഒരുങ്ങ്. ഗൈസ്, ഇന്നാണപ്പം കല്യാണം. ഇന്ന് ഞാനല്ല ഒരുങ്ങുന്നത്. രാവിലെ തന്നെ ആശേട്ടൻ കാറ് വാഷ് ചെയ്യണം. ആ സമയത്ത് അവളുടെ വ്ളോഗും ഷോർട്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട്, കാരണം ഇനി സമയം കിട്ടിയില്ലെങ്കിൽ തിരക്കിനിടയിൽ വിട്ടുപോകും. ഞങ്ങൾ രാവിലെ ബിസി ആയതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തു നിന്ന് അറേഞ്ച് ചെയ്യുക ചെയ്തത്. പക്ഷേ നല്ല ഇഡലി സാമ്പാറാണ്. അടിപ്പാവട തപ്പി ഇറങ്ങിയത്. അപ്പോൾ അമ്മ 2 അടിപ്പാവട തന്നു. ഏത് കളറാണ് മാച്ചിങ് എന്നൊക്കെ നോക്കിയിട്ട് അമ്മയുടെ കുറേ അടിപ്പാവടയും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെയിം പാറ്റേൺ സാരി ആണെങ്കിലും ഞാൻ സ്ലീവ്ലെസ് ബ്ലൗസും ഇവള് ഹൈനെക്ക് ബ്ലൗസും ആണ്. ഇതാണ് എൻ്റെ ബ്ലൗസ്. എല്ലാവരെയും ആൻറ്റി തന്നെയാണ് ഒരുക്കുന്നത്. അപ്പം ഞങ്ങൾ പല സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. നിസി മേക്ക് ഓവർ എന്നാണ് ആൻറ്റിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ നെയിം കേട്ടോ. എൻ്റെ കല്യാണത്തിന് ഒരുക്കിയത് ആൻറ്റി തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ എല്ലാ കല്യാണത്തിനും ആൻറ്റീനെ തന്നെ വിളിക്കുന്നത്. സാരി ആൻറ്റി ഡ്രേപ്പ് ചെയ്ത് കൊടുത്ത് തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട്. ആശേട്ട എപ്പോൾ ഒരുക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ആശേട്ട രാവിലെ തന്നെ കുളിച്ചു. എൻ്റെ അടുത്ത് കുളിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഗേൾസ് രാവിലെ കുളിച്ചാൽ ശരിയാവില്ല, മുടി കുളമാവും. അത് കഴിഞ്ഞൂടെ ആശേട്ടൻ പൂവ് വാങ്ങിക്കാൻ പോയി കേട്ടോ. ഞാൻ പൂവ് വാങ്ങിക്കാൻ വിട്ടുപോയി. നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഓർത്തേ ഇല്ല. അങ്ങനെ ആശേട്ടൻ പെട്ടെന്ന് പോയി വാങ്ങിയിട്ട് വന്നു. അവളവിടെ ഹെയർ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഞാനപ്പോൾ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. എനിക്ക് ഓവർ മേക്കപ്പ് ഇഷ്ടമല്ല. പക്ഷേ ഇന്നാണെന്ന് തോന്നുന്നു ഞാൻ കുറേ കൂടി മേക്കപ്പ്. എന്നിട്ട് ഞാൻ മാല, ഞാൻ പറഞ്ഞല്ലോ അനിയത്തിയാണ് അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. എനിക്കിഷ്ടമായി. ചേരുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ചേരുന്നുണ്ട് സാരിയായിട്ട്. അപ്പോഴാണ് സന്തോഷമായത്. ഇനി എനിക്ക് ഹെയറും കൂടി സെറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം. അമ്മയ്ക്കും മേക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മയും നല്ലോണം റെഡി ആവുന്നുണ്ട്. മാമനാണെങ്കിൽ അമ്മേനെ വെയിറ്റ് ചെയ്ത് കുറേ നേരമായിട്ട് നിൽക്കുന്നു. അമ്മ ഇതുവരെ ഇറങ്ങിയില്ല. ലേറ്റായെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഐലൈനർ വരച്ചില്ലെന്ന് പറഞ്ഞ് പിന്നെയും തിരിച്ചു കയറി വന്നു. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങനെ കോമഡി ആയിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ സ്വീകരണത്തിന് സമയമായി. ഞങ്ങൾ താലപ്പൊലിക്ക് മുന്നേ എത്താമെന്ന് പറഞ്ഞിട്ട് എനിക്കിനി ഹെയറും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. പെട്ടെന്ന് ചിപ്പി അവിടെ അകത്ത് ഫേസ് ചെയ്യാണ്, ഞാൻ ഹെയർ സെറ്റ് ചെയ്യാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഓടി ഇറങ്ങണം. അമ്മയും വിഷ്ണുവിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പോയി. ഞാനും ചിപ്പിയും വൈഷ്ണവിയും ആശേട്ടനും മാത്രമേ ഇനി ഇവിടെ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയും നാൾ ഒരിക്കലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല ലേറ്റായി. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസ്, 2-3 ഫോട്ടോസ് എടുത്തിട്ട് പെട്ടെന്ന് ഓടി ഇറങ്ങായിരുന്നു. ഇതേപോലെ എങ്കിലും ഫോട്ടോ എടുക്കാതെ പോകാൻ തോന്നൂല. അതാണ് മെയിൻ സംഭവം. അവരെല്ലാം നേരത്തെ പോയി. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ ഞങ്ങൾ എർട്ടിഗയിലാണ് പോകുന്നത്. ആശയുടെ കാർ എടുക്കുവാണ്. ആൻറ്റിമാരെ വഴിയിൽ ഡ്രോപ്പ് ചെയ്യണം, മേക്കപ്പ് ചെയ്യാൻ വന്ന ആൻറ്റിമാരെ. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്പീഡിന് പോവുകയാണ്. കുറച്ച് ടൈമേ ഉള്ളൂ. ഞങ്ങൾ അവിടെ ചെന്നതും താലപ്പൊലി എടുക്കാൻ സമയമായി. പിന്നെ ഒരു 10-15 മിനിറ്റ് എല്ലാവരും അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ ആകെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബഹളമായിരുന്നു. ഡോൺ ചേട്ടനാണ് ഓടി നടന്ന് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഡോൺ ചേട്ടനാണ് കല്യാണപ്പെണ്ണിൻ്റെ ചേട്ടൻ. പിന്നുള്ളതൊന്നും വീഡിയോയിൽ കിട്ടിയില്ല. ആശേട്ടനും ബ്രൈഡൽ എൻട്രിക്ക് വേണ്ടിയിട്ട് പിടിക്കാനായിട്ട് പോകണമായിരുന്നു. വിഷ്ണു സ്ഥലത്തില്ലെങ്കിലും വീഡിയോ കോളിൽ എല്ലായിടത്തും പ്രസൻ്റ് ആയിരിക്കും. ആശേട്ടൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി ഫോട്ടോസ് എടുത്ത്. ഞാനും ചിപ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഒരുപാട് ഫോട്ടോസ് എടുത്ത് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ 4 പേരുടെ സാരി ഏകദേശം സെയിമാണ്. ഞങ്ങൾ പർച്ചേസ് ചെയ്ത ഒരുമിച്ചായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും ഇഷ്ടമാണ്, അടിച്ചു പൊളിക്കാനും ഇഷ്ടമാണ്, വൈബാണ്. ആ കാര്യത്തിൽ എല്ലാവരും സെറ്റാണ്. തിരക്ക് നന്നായിട്ട് കുറഞ്ഞപ്പോൾ നമ്മൾ സ്റ്റേജിൽ പോയി പാർച്ചേച്ചിനോട് ലിഷോ ചേട്ടനോട് ഫോട്ടോസ് എടുത്തു. എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു. കസിൻസ് എല്ലാവരും കൂടി ഒരു ബ്രൗൺ ബ്ലാക്ക് കോംബോ. അതെനിക്ക് ശരിക്കും ഭംഗിയായിട്ട് തോന്നി. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയത്. അടിപൊളി സദ്യയായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണിയും സദ്യയും 2 ഫേവറേറ്റാണ്. അപ്പോൾ പായസവും എന്ത് ടേസ്റ്റ് ആയിരുന്നോ. പിന്നെ ചേച്ചി പോവാറായി. ചേച്ചി അങ്ങനെ കരഞ്ഞൊന്നുമില്ല കേട്ടോ. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, ബട്ട് കരഞ്ഞൊന്നുമില്ല. ഹാപ്പി ആയിട്ട് സെറ്റായിട്ട് തന്നെ പോയി.
അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ മേക്ക് ഓവറൊക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് അഴിച്ചു കളയാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ റീല്, ഞാനും ആശേനെ 2 റീലെടുത്തു, വൈഷ്ണവി ഞാനും ചിപ്പിയും കൂടെ 3 ഡാൻസ് റീലെടുത്തു. ഒരു പരിവായി. ഞങ്ങൾ ആശേനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് വലിച്ചൂര, ആശേനെ വേദനിപ്പിക്കാണ്ട് പയ്യെ വലിച്ചൂരോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.